ഒഡീഷയിലെ ബിജു ജനതാദളും തെലങ്കാനയിലെ ഭാരതീയ രാഷ്ട്ര സമിതിയും എന്തിനാണ് BJP-യെ ഇത്രയധികം ഭയക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. രണ്ട് രാഷ്ട്രീയ പാർട്ടികളും വരാനിരിക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനില്ല എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒഡീഷയിൽ BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJD. അവരുടെ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. BJP-യെ പല കാര്യങ്ങളിലും എതിർക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിലെത്തുമ്പോൾ BJP-യെ എതിർക്കാനോ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കാനോ അവർ തയ്യാറാവുന്നില്ല. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ BJD-ക്കും BRS-നും ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെ ഈ തെരഞ്ഞെടുപ്പിൽ നിർത്താമായിരുന്നു. ജനങ്ങളുടെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലോ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലോ ജനങ്ങൾക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്ത MP-മാർക്ക് വോട്ട് ചെയ്യാം. അവരാ അവകാശം വിനിയോഗിക്കണം. അത് ജനങ്ങളോട് ചെയ്യുന്ന നീതിയാണ്. ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ BJP-ക്കും ചെറിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ട്. 2002 ശേഷം ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതിമാർക്കെല്ലാം 60%-ലധികം വോട്ട് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 57% വോട്ടർമാരാണ് NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നത്. എന്തായാലും അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നു. BRS-ഉം BJD-യും എന്തിനാണ് BJP-യെ ഇത്രയധികം ഭയക്കുന്നത്? ഭയം ജനാധിപത്യത്തിൽ അത്ര നല്ലതല്ല. നമസ്കാരം.